ഇത് നമുക്ക് വളരെ ഷോർട്ടായിട്ട് മോഡേൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയുടെ ബ്രീഫായിട്ട് എക്സാമിന് വരുന്ന UPSC എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാഴ്സ്, എങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഇവിടെ ഇതിനു മുമ്പ് പോർച്ചുഗീസ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഉണ്ടായിരുന്നു, ഡച്ച് ഉണ്ടായിരുന്നു. ഇവർക്കൊന്നും സാധിക്കാത്തത് എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ അധിനിവേശം അവർക്ക് സ്ഥാപിക്കാൻ പറ്റി, അവരെങ്ങനെ ഇന്ത്യ ഭരിച്ചു, മോഡേൺ ഹിസ്റ്ററിയെ അവരെങ്ങനെ ഷേപ്പ് ചെയ്തു. ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ബ്രിട്ടീഷുകാർ ഫൈറ്റ് ചെയ്ത വാഴ്സ് എന്താണെന്ന് മനസ്സിലാവണം. അവർ ഏതൊക്കെ യുദ്ധങ്ങൾ ഫൈറ്റ് ചെയ്തു, അതിനുശേഷം അവരുടെ ലോസ്, ഏതൊക്കെ ലോസ് വഴിയാണ് അവർ സോ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ ഇന്ത്യ. എങ്ങനെയാണ് ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? രണ്ട് മെത്തേഡിൽ വഴിയാണ്. ഒന്ന് വാഴ്സ് വഴി, രണ്ടാമത് നിയമങ്ങൾ വഴി. അവർ കൊണ്ടുവന്നിട്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ വഴി. ഈ ഓരോ വാറുകളും നമുക്ക് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു കഥ പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഈ വാഴ്സ് ഏതൊക്കെയാണെന്ന് മറക്കത്തില്ല. അപ്പം ഫസ്റ്റ് വാർ, അവർ ഫൈറ്റ് ചെയ്ത ഫസ്റ്റ് വാർ ഏതാണെന്ന് മനസ്സിലാക്കാം നമുക്ക്. അങ്ങനെ ഓരോ വാറുകളും എങ്ങനെ ബ്രിട്ടീഷ് അധിനിവേശം സാധ്യമാക്കിയെന്ന് നമുക്ക് പഠിക്കാം. വാറുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യമാണെങ്കിൽ പ്ലാസി, ബക്സർ. ഈ രണ്ട് വാറുകൾ അവർ ബംഗാളിന് വേണ്ടി നടത്തിയതാണ്. അതിനുശേഷം മൈസൂർ വാർ, ഈ മൈസൂർ വാറിലൂടെ അവർ മലബാർ റീജിയൻ, കൂർഗ്, ഭാരമഹൽ ഒക്കെ ക്യാപ്ചർ ചെയ്തിരുന്നു. അതിനുശേഷം അവർ നടത്തിയ വാറാണ് മറാത്ത വാർ. മറാത്ത റീജിയൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അവരുടെ പ്രധാനപ്പെട്ട ലോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സബ്സിഡറി അലയൻസ്, ഇമ്പോർട്ടൻറ്റ് ടാക്ടിക്സ് ആണ് അവരുടെ സബ്സിഡറി അലയൻസ്. ഇതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് നോക്കാം. 1798 അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഇത് അവർ ഝാൻസി, സത്താര, നാഗ്പൂർ പോലുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ ഉപയോഗിച്ച ടാക്ടിക്സാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അപ്പം ഈ 1764, അതായത് ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്ന സമയത്ത് ഏകദേശം ഇന്ത്യയുടെ ഒരു മാപ്പ് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതിൽ ഏകദേശം വെസ്റ്റ് ബംഗാൾ, ഏകദേശം ഈ ഭാഗത്തായിട്ട് ബീഹാർ, ഇവിടെയായിട്ട് ഒരു റഫ് സ്കെച്ച് വരയ്ക്കുകയാണ് ആസാം. ഇത് ഇപ്പോഴുള്ള രീതിയിൽ സംസ്ഥാനങ്ങളെ മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ബംഗാൾ പ്രൊവിൻസിൻ്റെ ഒരു ഐഡിയ കിട്ടാനായിട്ട് ഏകദേശം ഈ ഭാഗത്ത് ഒഡീഷ. അപ്പം ഇത് ഈ കാണുന്ന ഇത്രയും ഭാഗങ്ങൾ, ഈ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം, ബംഗ്ലാദേശ്, ഈ ഭാഗങ്ങളെല്ലാം ചേരുന്നതായിരുന്നു അന്നത്തെ ബംഗാൾ പ്രൊവിൻസ് എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ താഴോട്ട് കർണാട്ടിക് പോർഷൻ ആണ് കർണാട്ടിക്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഹൈദരാബാദ് ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ മനസ്സിലാക്കിയാൽ തന്നെ ഈ ബ്രിട്ടീഷുകാരുടെ വാറുകളെ പറ്റി നമുക്ക് ഒരു നല്ല ഐഡിയ കിട്ടും. പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ ഹൈദരാബാദ്, അതിനുശേഷം ഏകദേശം ഈ ഭാഗത്തായിട്ട് മൈസൂർ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ തിരുവിതാംകൂറും മലബാറും കൊച്ചിനും ചേരുന്ന പോർഷൻസ്, നമ്മുടെ മൈസൂർ, മുകളിൽ മറാത്താസ്. ഈ മുകളിലുള്ള ഭാഗങ്ങൾ അവർ ഡോക്ട്രിൻ ഓഫ് ലാപ്സും സബ്സിഡറി അലയൻസും ഒക്കെ വെച്ചിട്ട് അവർ പിടിച്ചെടുത്ത ഭാഗങ്ങളാണ്. ഇനി അവർ ആദ്യം ഫൈറ്റ് ചെയ്ത പ്രധാനപ്പെട്ട വാർ കർണാട്ടിക് വാർസാണ്. നമ്മളവിടെ എഴുതിയില്ല കർണാട്ടിക് വാറുകൾ. കർണാട്ടിക് വാഴ്സിനെ പറ്റിയാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. അതിന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഏകദേശം ഈ കർണാട്ടിക് റീജിയനിൽ ഈ പോർഷനിലായിട്ട് പോണ്ടിച്ചേരിയും ഇവിടെയായിട്ട് മദ്രാസും ഉണ്ടെന്ന് വളരെ റഫ് ചിന്ത മനസ്സിലുണ്ടായിരിക്കുക. ഇനിയാണ് നമ്മുടെ കർണാട്ടിക് വാഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാം. കർണാട്ടിക് വാഴ്സിലെ ട്രീറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത്. ട്രീറ്റുകളെ പറ്റിയും ഓരോ കർണാട്ടിക് വാറുകളിലും ഉണ്ടായ ബാറ്റലിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കർണാട്ടിക് വാഴ്സ്, അപ്പം ബ്രിട്ടീഷ്, അതായത് ഇന്ത്യ മണ്ണിൽ വെച്ച് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് വാറുകൾ. ഇപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കുക, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ ഏറ്റുമുട്ടണമെങ്കിൽ ആദ്യത്തെ കർണാട്ടിക് വാറിൻ്റെ റീസൺ, ഫസ്റ്റ് കർണാട്ടിക് വാറിൻ്റെ റീസൺ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളതാണ്. ഫസ്റ്റ് കർണാട്ടിക് വാറിൻ്റെ റീസൺ ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്നുള്ളതാണ്. അതായത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ഓസ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള സക്സഷൻ വാർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട്
ഈ സക്സഷൻ വാർ തുടങ്ങി 1740-ലാണ്. പക്ഷേ ഇന്ത്യയിൽ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള പോലെ 1746-ലാണ് ഫസ്റ്റ് കർണാട്ടിക് വാർ സംഭവിക്കുന്നത്. ഇതാണ് 1746-ലെ ഫസ്റ്റ് കർണാട്ടിക് വാറിൻ്റെ കാര്യം. ഇന്ത്യയിൽ നടന്നൊരു സംഭവമല്ല. ഈ ഓസ്ട്രിയയിലെ അവകാശത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷും ഫ്രഞ്ചും നടന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് 1746-ൽ വന്ന വാറാണ് ഫസ്റ്റ് കർണാട്ടിക് വാർ. ഈ സമയം, അതായത് ഏകദേശം 1748 തൊട്ട് 54 വരെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറലായിരുന്നു ഡുപ്ലെക്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. 1742 മുതൽ 54 വരെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണറായിരുന്നു ഡുപ്ലെക്സ്. ഈ ട്രീറ്റി, അതായത് 1748-ൽ ഈ വാർ തുടങ്ങാൻ കാരണം തന്നെ പുറത്തുള്ള ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഈ ട്രീറ്റി ഉണ്ടായതും പുറത്തുള്ള ഒരു ട്രീറ്റിയിലൂടെയാണ് ഇത് സോൾവ് ആകുന്നത്. ഐസ്ല ചാപ്ലെറ്റ് ട്രീറ്റിയിലൂടെയാണ് ഈ ഇഷ്യൂ ഒതുങ്ങുന്നത്. പക്ഷേ നമ്മുടെ ഫ്രഞ്ചുകാർ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരുന്നു ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോണ്ടിച്ചേരി ഫ്രഞ്ച് ടെറിട്ടറി ആയിരുന്നു. ഈ പറയുന്ന മദ്രാസ് ഒരു നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലിരുന്ന സാധനം ആര് പിടിച്ചെടുക്കുന്നുണ്ട്? നമ്മുടെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കുന്നുണ്ട്. അതാണ് 1748-ലെ ഐസ്ല ചാപ്ലെറ്റ് ട്രീറ്റിലൂടെ ഫ്രഞ്ച് പിടിച്ചെടുത്ത കോളനിയായ മദ്രാസ് ആർക്ക് തിരിച്ചേൽപ്പിക്കുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ് ഫ്രഞ്ച്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ മദ്രാസിനെ കീഴ്പ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഓസ്ട്രിയ സക്സഷൻ വാർ കഴിഞ്ഞപ്പം ഐസ്ല ചാപ്ലെറ്റ് ട്രീറ്റി നടന്നത് പ്രകാരം മദ്രാസ് ഫ്രഞ്ചിന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഐസ്ല ചാപ്ലെറ്റ് ട്രീറ്റിയാണ് 1748 എന്ന് പറയുന്നത്. 1746-ലാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്തതെന്ന് ആലോചിക്കുക. ഫ്രഞ്ച് ഗവർണർ ആ സമയത്ത് ഡുപ്ലെക്സ് എന്ന് പറയുന്നത് ഭയങ്കര സാമർത്ഥ്യമുള്ളൊരു ഗവർണർ ജനറലായിരുന്നു. അതുപോലെ ഇനി സെക്കൻഡ് കർണാട്ടിക് വാർ ഇത് നടക്കുന്ന 1749 തൊട്ട് 54 വരെയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ് ഇതുമായിട്ട് ബേസ് ചെയ്ത്. നമ്മൾ നേരത്തെ ഇന്ത്യയിൽ ഇത് വരച്ച കണക്ക് നമുക്ക് അതിൻ്റെ സൗത്ത് മാത്രം ഒന്ന് എടുത്ത് നോക്കിയാൽ ഇതിപ്പം കർണാട്ടിക് റീജിയൻ. അതുപോലെ കർണാട്ടിക്കിൻ്റെ മുകളിൽ ഹൈദരാബാദ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇവർ തമ്മിലുള്ള, അതായത് ഈ രണ്ട് സ്ഥലങ്ങളിൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുകയാണ് നമ്മുടെ സെക്കൻഡ് കർണാട്ടിക് വാറിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് ഹൈദരാബാദും കർണാട്ടിക്കിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ മനസ്സിലാക്കി വെക്കുക. ഇവർ തമ്മിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് ചിന്തിക്കാൻ നമുക്ക് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഒരു ഹെൽപ്പ് തരും. സോ ഈ ഹൈദരാബാദിൻ്റെ റൂളറായിരുന്നു അസഫ് ജ. ആരാണ്? അസഫ് ജ. പക്ഷേ അസഫ് ജ 1748 മരിക്കുകയാണ്. അസഫ് ജ മരിച്ചയോടെ ഹൈദരാബാദ് കിങ്ഡം ആർക്ക് വേണമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടായി. അങ്ങനെ അസഫ് ജയുടെ പിന്തുടർച്ചക്കാരായ 2 പേര് വന്നു. ഒന്ന് നാസിർ ജംഗും മറ്റൊന്ന് മുസാഫിർ ജംഗ്. ഈ പറയുന്ന നാസിർ ജംഗിനെ സപ്പോർട്ട് ചെയ്ത് ബ്രിട്ടീഷുകാരും വന്നു. അതുപോലെ തന്നെ ഒരു തക്കം പാർത്തിരുന്ന ഫ്രാൻസ് മുസാഫിർ ജംഗിനെ സപ്പോർട്ട് ചെയ്തു. ഇവർ തമ്മിലുള്ള യുദ്ധത്തിൽ ഫ്രാൻസ് മുസാഫിർ ജംഗിൻ്റെ കൂടെ നിന്ന് ജയിക്കുകയാണ്. അങ്ങനെ മുസാഫിർ ജംഗ് നമ്മുടെ ഹൈദരാബാദിൻ്റെ പുതിയ നവാബായി മാറി. അസഫ് ജ 1740 ആണ് മരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കർണാട്ടിക് റീജിയനിൽ ഇതുപോലൊരു സിറ്റുവേഷനാണ്. അൻവറുദ്ദീൻ ഖാൻ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഭരിച്ചുകൊണ്ടിരുന്ന കർണാട്ടിക് റീജിയനിലേക്ക് അവകാശവാദം ഉന്നയിക്കുകയാണ് ചന്ദ സാഹിബ് അവകാശവാദം ഉന്നയിക്കുകയാണ്. ഈ ചന്ദ സാഹിബിനെ അപ്പോൾ ആരും, ഇവിടെ ഒരു സൈഡിൽ ബ്രിട്ടീഷ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ സൈഡിൽ ഫ്രഞ്ച് ആയിരിക്കും. ചന്ദ സാഹിബ് ഫ്രഞ്ചിന് സപ്പോർട്ട് കൊടുത്ത് ഇവിടെ ആര് തന്നെ ജയിച്ച്? ഫ്രഞ്ച് ജയിച്ചു. ഈ അൻവറുദ്ദീൻ്റെ മകനായിട്ടുള്ള മുഹമ്മദ് അലി തിരുച്ചിറപ്പള്ളിയിലേക്ക് ഓടി രക്ഷപ്പെടുകയുണ്ട്. അപ്പം ഈ പറയുന്ന ആർക്കാണ് സക്സഷൻ വേണ്ടതെന്നുള്ള സ്ട്രഗിളാണ് ഈ പറയുന്ന സെക്കൻഡ് കർണാട്ടിക് വാറിലേക്ക് നയിച്ചത്. ഇവർ തമ്മിലുള്ള യുദ്ധങ്ങളാണ് ഈ പറയുന്ന സെക്കൻഡ് കർണാട്ടിക് വാർ. ഇതിനു വേണ്ടിയിട്ടുള്ള ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇവിടെ ഫ്രാൻസ് ജയിച്ചതിന് ശേഷം മുസഫർ ജംഗും ചന്ദ സാഹിബും ഫ്രഞ്ചും കൂടെ ചേർന്ന് ഒരു ടീമായി മാറി. മുസഫർ ജംഗ്, ചന്ദ സാഹിബ്, ഡുപ്ലെക്സ്, നമ്മുടെ ഫ്രഞ്ചിനെ പ്രതിനിധാനം ചെയ്ത് ഡുപ്ലെക്സ്. ഇവർ 3 പേരും കൂടെയാണ് ആർക്കെതിരെ നിന്നത്? നമ്മുടെ അൻവറുദ്ദീനെ തോൽപ്പിക്കാൻ വേണ്ടി നിന്നത്.
ഈ യുദ്ധത്തിനൊരു പേര് പറയും. സെക്കൻഡ് കർണാട്ടിക് വാറിലെ മേജർ ഇവൻ്റാണ് ബാറ്റിൽ ഓഫ് അമ്പൂർ. ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം സെക്കൻഡ് കർണാട്ടിക് വാറിലെ ബാറ്റിൽ ഓഫ് അമ്പൂർ ആണ്. ഈ ബാറ്റിൽ ഓഫ് അമ്പൂർ നടക്കുന്നത് 1749 അപ്പം നമ്മൾ നേരത്തെ നോക്കി സെക്കൻഡ് കർണാട്ടിക് വാർ നടക്കുന്ന 1749 മുതൽ 54 വരെയാണ്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ റീസൺ ആയിട്ട് മാറുന്നത്. ഒന്ന്, ഹൈദരാബാദിലുണ്ടായിരുന്ന നാസിർ ജംഗും മുസഫർ ജംഗും തമ്മിലുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധവും. രണ്ടാമത്തെ കാര്യം, കർണാട്ടിക് റീജിയനിൽ ചന്ദ സാഹിബും അൻവറുദ്ദീനും തമ്മിലുണ്ടായിരുന്ന അവകാശത്തിന് വേണ്ടിയുള്ള യുദ്ധവും. ഇത് രണ്ടും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും മുതലെടുത്ത് ഓരോ സൈഡിൽ കൂടെ നിൽക്കുകയും അവസാനം ആദ്യത്തെ തവണ മുസഫർ ജംഗ് അവിടെ ജയിക്കുകയും മുസഫർ ജംഗിന്റെ ഡുപ്ലസിന്റെയും കൂട്ടുപിടിച്ച് ചന്ദ സാഹിബ് അൻവറുദ്ദീനെ തോൽപ്പിക്കും. മുഹമ്മദ് അലി തിരുച്ചിറപ്പള്ളിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം ഈ പറയുന്ന ബാറ്റിൽ ഓഫ് അമ്പൂർ ഒരു മേജർ ഇവന്റാണ്. പക്ഷേ സെക്കൻഡ് കർണാട്ടിക് വാർ ഫ്രഞ്ചിന്റെ ഒരു വിക്ടറിയോടെ ഇവിടെ തീരുന്നില്ല. ഇതിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് നായകന്റെ എൻട്രിയാണ്. ഈ പറയുന്ന മദ്രാസ് പ്രസിഡൻസി നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ പോണ്ടിച്ചേരി. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ 1751 വരുവാണ്, റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് വന്നിട്ട് ആർക്കോട്ട്, അതായത് പുതുച്ചേരി, അതായത് ഫ്രഞ്ചിന്റെ ഒരു പ്രധാനപ്പെട്ട റീജിയൻ ആയിട്ടുണ്ടായിരുന്ന ആർക്കോട്ട് ക്യാപ്ചർ ചെയ്തു. അങ്ങനെ ഫ്രാൻസിന്റെ ഇൻഫ്ലുവൻസ് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ഫ്രഞ്ചിന്റെ ഇൻഫ്ലുവൻസ് അവസാനിപ്പിക്കുകയും പിന്നുള്ള ഫ്രാൻസിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. ലാസ്റ്റ് 1754 പോണ്ടിച്ചേരി ട്രീറ്റിയോടെ സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിപ്പിക്കുകയാണ്. അതായത് റോബർട്ട് ക്ലൈവ് മദ്രാസിൽ നിന്ന് പോണ്ടിച്ചേരി വരെ എത്തി. അവസാനം പോണ്ടിച്ചേരി ട്രീറ്റി വഴി സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതുവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കർണാട്ടിക് വാറിൽ എന്താ സംഭവിച്ചത്? ഡ്യൂപ്ലെക്സ് ഉണ്ടായിരുന്നു. 42 മുതൽ 54 വരെ ആയിരുന്നു. ഓസ്ട്രിയൻ സക്സഷൻ വാർ കാരണം ഉണ്ടായ യുദ്ധമാണ് എസ്ല ചാപ്ലെ ട്രീറ്റിയാണ്. ഫസ്റ്റ് കർണാട്ടിക് വാറിന്റെ ട്രീറ്റി പുറത്തുള്ള ട്രീറ്റിയാണ്. അവിടെ നമ്മൾ മദ്രാസ് ഫ്രഞ്ചുകാർ ബ്രിട്ടീഷിനെ തിരിച്ചേൽപ്പിച്ച്. സെക്കൻഡ് കർണാട്ടിക് വാറിൽ ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായിരുന്ന അവകാശ തർക്കങ്ങൾ മുതലെടുത്ത് ബ്രിട്ടീഷും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു സെക്കൻഡ് കർണാട്ടിക് വാർ. അതിന്റെ ഭാഗമായിട്ട് മുസഫർ ജംഗും ചന്ദ സാഹിബും ഡുപ്ലെക്സും അൻവറുദ്ദീൻ എതിരെ യുദ്ധം ചെയ്യുകയും ആ യുദ്ധം ബാറ്റിൽ ഓഫ് അമ്പൂർ 1749 എന്ന് പറയും. ഫ്രഞ്ച് ആധിപത്യം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ 1751 റോബർട്ട് ക്ലൈവിന്റെ വരവോടെ ആർക്കോട്ട് ക്യാപ്ചർ ചെയ്യുകയും ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് തീർക്കുകയും ചെയ്യുന്നു. അതാണ് 1754 പോണ്ടിച്ചേരി ട്രീറ്റി. ഇനി നോക്കാനുള്ളത് നമ്മുടെ തേർഡ് കർണാട്ടിക് വാറാണ്. നമുക്ക് മൂന്നാമത്തെ കർണാട്ടിക് വാർ നോക്കാം. തേർഡ് കർണാട്ടിക് വാർ നടക്കുന്നത് 1758 മുതൽ 1763 വരെയാണ് തേർഡ് കർണാട്ടിക് വാർ നടക്കുന്നത്. ഇതും അതായത് ഫസ്റ്റ് കർണാട്ടിക് വാറിനെ പോലെ സെക്കൻഡ് കർണാട്ടിക് വാറും നടക്കുന്നത് ഒരു പുറത്തുള്ള ഇഷ്യൂ കാരണമാണ് 7 ഇയർ വാർ. ഈ 7 ഇയർ വാർ 1756 ബ്രിട്ടീഷും ഫ്രാൻസും തമ്മിൽ തുടങ്ങിയതിന്റെ പേരിൽ ഇന്ത്യയിൽ നടക്കുന്ന യുദ്ധമാണ് കർണാട്ടിക് വാർസ്, തേർഡ് കർണാട്ടിക് വാർ. അപ്പം തേർഡ് കർണാട്ടിക് വാർ സ്റ്റാർട്ടഡ് ഫ്രം 1758 to 1763. ഇനി ഈ സമയത്ത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പഠിക്കാമെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഫ്രഞ്ച് ഗവർണർ ജനറൽ ആരായിരുന്നെന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നെന്നും. ഒന്ന് കൗണ്ട് ഡി ലാലിയാണ്. ഇതുവരെ നമ്മൾ ഡുപ്ലസിനാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം കൗണ്ട് ഡി ലാലിയായി. അതുപോലെ ക്യൂട്ടായിട്ടുള്ള സർ എയർ ക്യൂട്ട്. ഇവരായിരുന്നു രണ്ട് ഭാഗത്തെയും ഗവർണർ ജനറൽമാർ. അങ്ങനെ 1760 അതിനുശേഷം 1760 ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ഉണ്ടായി. അതാണ് ബാറ്റിൽ ഓഫ് വാൻഡിവാഷ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും 7 ഇയർ വാറുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വെച്ച് നടന്ന എന്തെങ്കിലും യുദ്ധമായിരിക്കും വാൻഡിവാഷ് യുദ്ധമെന്ന്. പക്ഷേ പുറത്ത് വെച്ച് നടന്നൊരു യുദ്ധമല്ല. ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാൻഡിവാഷ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊരു സ്ഥലമാണ്, വന്തവാശി എന്ന് പറയുന്നത്. സോ ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് 1760 ബാറ്റിൽ ഓഫ് അമ്പൂർ ആയിരുന്നു സെക്കൻഡ് കർണാട്ടിക് വാറിലെങ്കിൽ 1760 ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്. അതായത് ഫ്രഞ്ചിന്റെ ശവക്കല്ലറയിൽ അവസാന താണി അടിച്ച ഒരു യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് വാൻഡിവാഷ്. ഫ്രഞ്ച് അധിനിവേശ മോഹങ്ങളെ ഇല്ലാതാക്കിയ യുദ്ധമായിരുന്നു 1760 വാൻഡിവാഷ് ബാറ്റിൽ. അവസാനം ഈ ബാറ്റിൽ തീരുന്നത് പുറത്തുള്ള ട്രീറ്റി, പാരീസ് ട്രീറ്റി വെച്ചിട്ടായിരുന്നു. ഈ പാരീസ് ട്രീറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ കർണാട്ടിക് വാർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. 7 ഇയർ വാറുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റിയായ 1763 പാരീസ് ട്രീറ്റി വെച്ചിട്ടാണ് ഇത് തീരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോണ്ടിച്ചേരി എന്ത് ചെയ്തു? ഫ്രഞ്ചിന് തന്നെ തിരിച്ചു കൊടുത്ത് ബ്രിട്ടീഷുകാർ. പക്ഷേ ഈ പറയുന്ന പോണ്ടിച്ചേരി ബ്രിട്ടീഷുകാർ തിരിച്ചു കൊടുത്തെങ്കിൽ ഇനി അവിടെ മിലിറ്ററി ക്യാമ്പ്സോ ഒന്നും സ്ഥാപിക്കാൻ അനുവാദം കൊടുത്തിരുന്നില്ല. ഇതാണ് കർണാട്ടിക് വാറുകളുടെ ഒരു ചരിത്രം.